തിക്കിലും തിരക്കിലും യുവതി മരിച്ച വിവരം അറിഞ്ഞിട്ടും നടൻ അല്ലു അർജുൻ സിനിമ കാണൽ തുടർന്നെന്ന പോലീസ് റിപ്പോർട്ട്. യുവതി മരിച്ച സന്ധ്യ തിയേറ്ററിലെ സിസിടിവി ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടു. പുഷ്പ 2 പ്രീമിയർ ഷോയ്ക്കിടയിൽ യുവതി മരിച്ച വിവരം അല്ലു അർജുനെ നേരിട്ട് അറിയിച്ചിരുന്നതായും പോലീസ് പറഞ്ഞു. ഉടൻ മടങ്ങണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും സിനിമ കണ്ടു കഴിയട്ടെ എന്നാണ് നടൻ മറുപടി നൽകിയത് എന്നാണ് വിവരങ്ങൾ. ആർ കിരൺ ബാബു ആണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. കിരൺ, എന്തായാലും കുരുക്ക് മുറുകുകയാണ് അല്ലു അർജുൻ അങ്ങനെ പ്രതികരിച്ചെങ്കിൽ അത് തെറ്റ് തന്നെയാണ് എന്ന് പറയാം. എന്തൊക്കെയാണ് പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത്? അശ്വതി, രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഇന്നലെ അല്ലു അർജുന്റെ വീട്ടിലേക്ക് ഉസ്മാനിയ സർവകലാശാലയിലെ സംയുക്ത വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് നടത്തുകയും അവർ വീട്ടിലേക്ക് ആദ്യം തക്കാളി വലിച്ചെറിയുകയും അതോടൊപ്പം തന്നെ പിന്നീട് വീട്ടിനുള്ളിൽ കടന്നു കയറി വീടിന്റെ കോമ്പൗണ്ടിൽ കടന്നു കയറി അവിടുത്തെ ചെടിച്ചട്ടികളൊക്കെ നശിപ്പിക്കുകയും ചെയ്തു. അല്ലു അർജുന്റെ ആ സമയത്ത് അല്ലു അർജുൻ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. വീടിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഈ ഉസ്മാനിയ സർവകലാശാലയിലെ സമരക്കാരായ വിദ്യാർത്ഥികളും തമ്മിൽ ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി. അവിടെ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇവരെ 6 പേരെ പോലീസിന്റെ കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട്. ഇവർ പ്രധാനമായും ഉന്നയിച്ച ആവശ്യം ഈ മരണമടഞ്ഞ സ്ത്രീക്കും അവരുടെ മകൻ ഇപ്പോൾ 9 വയസ്സുകാരൻ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇവർക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നുള്ളതാണ്. 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും എന്ന് അല്ലു അർജുൻ പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെയും ആ തുക ലഭ്യമായിട്ടില്ലെന്നും പ്രതിഷേധക്കാർ പറയുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം കിട്ടിയോ ഇല്ലയോ എന്ന സ്ഥിരീകരണം നമുക്ക് എന്തായാലും വ്യക്തമല്ല. അവിടെ പ്രതിഷേധക്കാർ പറയുന്ന അങ്ങനെ 25 ലക്ഷം രൂപ ഇതുവരെയും കിട്ടിയിട്ടില്ല. 1 കോടി രൂപ നൽകാൻ തയ്യാറാണോ? ഇതിനിടയിലാണ് സുപ്രധാനമായ ഒരു പോലീസ് റിപ്പോർട്ട് കൂടി വരുന്നത്. ഈ പോലീസ് റിപ്പോർട്ട് നടൻ അല്ലു അർജുനെ എതിരെയുള്ള ഗുരുതരമായ ഒരു കുറ്റാരോപണം കൂടിയാണ്. ഇങ്ങനെ അല്ലു അർജുൻ സിനിമാ തിയേറ്ററിൽ എത്തുകയും സിനിമാ തിയേറ്ററിനുള്ളിൽ ഇരിക്കുകയും ചെയ്യുമ്പോഴാണ് പുറത്ത് വലിയ തിക്കിലും തിരക്കും ഉണ്ടായി. അവിടെ ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും അതോടൊപ്പം തന്നെ അവരുടെ മകന് ഗുരുതരമായി പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തു. 9 വയസ്സുകാരന് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തത്. ഈ വിവരം പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ നേരിട്ട് എന്ന് അല്ലു അർജുനെ അറിയിച്ചിരുന്നു. പക്ഷേ അല്ലു അർജുൻ സിനിമ കണ്ടു കഴിയട്ടെ എന്നുള്ള ഒരു മറുപടിയാണ് നൽകിയത്. പുറത്തേക്ക് ഇറങ്ങണം എന്നാവശ്യപ്പെട്ടെങ്കിലും അല്ലു അർജുൻ അതിന് തയ്യാറായില്ല. പിന്നീട് DGP തന്നെ നേരിട്ടെത്തി അല്ലു അർജുനെ പുറത്തേക്ക് അടിയന്തരമായി 10 മിനിറ്റിനുള്ളിൽ പുറത്തിറങ്ങിയാൽ മതിയാവൂ എന്നുള്ള നിർദ്ദേശം കൊടുക്കുകയും ഈ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആരാധകരെ ഒരു കാരണവശാലും അവർ കാണരുത് എന്നുള്ള കർശനമായ നിർദ്ദേശവും അല്ലു അർജുൻ നൽകിയിരുന്നുവെന്നും പറയുന്നു. പക്ഷേ വീണ്ടും ഈ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തും ആരാധകർക്ക് നേരെ കൈവീശിക്കൊണ്ട് അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് അല്ലു അർജുൻ പോയത് എന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. ഇങ്ങനെ ഇത് ശരിയാണ് എങ്കിൽ അല്ലു അർജുനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ താരപരിവേഷത്തെ സംബന്ധിച്ചുമൊക്കെ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു പോലീസ് റിപ്പോർട്ട് തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. അല്ലു അർജുൻ്റെ വെർഷൻ മറ്റൊന്നാണ്. അദ്ദേഹം പറയുന്നത് താൻ അടുത്ത ദിവസമാണ് ഇങ്ങനെ ഒരു സ്ത്രീ മരിച്ചു വിവരം തന്നെ അറിയുന്നത്. താൻ നേരത്തെ ഈ സന്ധ്യ തിയേറ്ററിൽ എത്തുന്ന വിവരം തന്നെ തിയേറ്റർ ഉടമകളെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇങ്ങനെ അവിടെ ഷോ കാണാൻ എത്തുന്നുണ്ട് എന്നുള്ളത്. അവരുടെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ട ചുമതല അവർക്കായിരുന്നു. അതേ സംബന്ധിച്ച് തൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയില്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ മരണമുണ്ടായത് ദാരുണമായ ഒരു സംഭവമാണ്. അതിൽ തനിക്ക് വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് 25 ലക്ഷം രൂപ നൽകുന്നു എന്നുമാണ് പറഞ്ഞത്. മറ്റ് നിയമ നടപടികൾ നേരത്തെ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ പിന്നീട് ജാമ്യത്തിൽ വിടുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും തെലങ്കാനയിലെ രാഷ്ട്രീയവുമായി കൂടി ബന്ധപ്പെട്ട് ഈ വിവാദവും ഈ കേസുമൊക്കെ ഇപ്പോൾ അവിടെ മുറുകുകയാണ്. അതാണ് കിരൺ പറഞ്ഞതുപോലെ വലിയ ഫാൻ ബേസ് ഉള്ള ഒരു നടനാണ് അല്ലു അർജുൻ. അതുകൊണ്ട് തന്നെ അല്ലു അർജുന്റെ പ്രതിച്ഛായ ഇത് വളരെയധികം ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മറ്റൊന്ന്, ഈ CCTV ക്യാമറയൊക്കെയുള്ള സ്ഥലമാണല്ലോ തിയേറ്റർ എന്ന് പറയുന്നത്. ഈ പോലീസ് വന്ന് ഇക്കാര്യം പറയുന്നതടക്കം അതിനുശേഷം അല്ലു അർജുൻ അവിടെ തുടരുന്നത്, ഇറങ്ങി വന്നതിന് ശേഷം ആളുകളെ കണ്ട് കൈവീശി പോകുന്നത്, ഇതെല്ലാം അവിടെ തെളിവായി അവശേഷിക്കുന്നിടത്തോളം ഈ കുരുക്കിൽ നിന്ന് ഊരാൻ കുറച്ച് പാടുപെടുമല്ലേ? അശ്വതി, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. പോലീസ് ഈ കുറച്ച് ദിവസങ്ങൾ കാത്തിരുന്നെങ്കിലും പോലീസ് കൃത്യമായ റിപ്പോർട്ടിൽ ഈ CCTV ദൃശ്യങ്ങളടക്കമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ആ CCTV ദൃശ്യങ്ങളിൽ പോലീസ് നൽകിയ റിപ്പോർട്ടിലാണ്. CCTV ദൃശ്യങ്ങൾ എന്തായാലും നമ്മൾ കണ്ടിട്ടില്ല. ആ ദൃശ്യങ്ങൾ പോലീസിന്റെ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ അല്ലു അർജുനടുത്ത് അകത്ത് എന്ന് പോലീസ് ഓഫീസർ ഈ വിവരം പറയുന്നത് ഈ ദൃശ്യങ്ങളിലുണ്ട്. അതിനുശേഷം പിന്നീട് DGP തന്നെ സ്ഥലത്തെത്തുകയും ഈ പ്രശ്നത്തിൽ ഇടപെടുകയും 10 മിനിറ്റിനുള്ളിൽ അല്ലു അർജുന് ഇവിടെ നിന്ന് തിയേറ്ററിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതിയാവും, വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കും, അവിടെ ആരാധകർ പുറത്ത് തടിച്ചുകൂടി നിൽക്കുകയാണ്, അവരെ കാണാതെ വേണം പുറത്തേക്ക് പോകേണ്ടത് എന്നെല്ലാം കർശനമായ നിർദ്ദേശങ്ങൾ അല്ലു അർജുന് നൽകിയിരുന്നു എന്ന് പറയുന്നു. പക്ഷേ താരം ഇതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. പുറത്ത് ഒരാൾ മരിച്ചു എന്നത് താരത്തെ അറിയിച്ചിട്ടും സിനിമ കഴിഞ്ഞിട്ട് ഞാൻ പോകാം എന്നുള്ള മറുപടിയാണ് നൽകിയതെന്ന് പറയുന്നു. അതിനുശേഷം DGPയുടെ ഭാഗത്തു നിന്ന് അതികർശനമായ നിർദ്ദേശം അല്ലു അർജുനെതിരെ വരുമ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരാധകരെ കൈവീശരുത് അല്ലെങ്കിൽ ആരാധകരെ നേരെ നോക്കരുതെന്ന് പറയുമ്പോൾ പുറത്തിറങ്ങുന്ന സമയത്ത് ആരാധകരെ നോക്കി കൈവീശുകയും അവരെ
അഭിവാദ്യം ചെയ്യുകയും ചെയ്തു എന്ന് പറയുന്നു. ഈ സമയത്തെല്ലാം ആരാധകർ പ്രകോപിതരോ അല്ലെങ്കിൽ അവർ അല്ലു അർജുനെ കണ്ടുകൊണ്ട് വീണ്ടും ഒരു പ്രശ്നമുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം കർശന നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷേ താരം ഇതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറായില്ല, അനുസരിക്കാൻ തയ്യാറായില്ല എന്നുള്ള നിലപാടാണ് പോലീസ് പറയുന്നത്. ഇതിന് തെളിവായി CCTV ദൃശ്യങ്ങളും പുറത്തുവിടുന്നുണ്ട്. ഇന്നലെയും ഇത്തരം കാര്യങ്ങളൊക്കെ കൂടി ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നലെ ഉസ്മാനിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് അത്തരം പ്രതിഷേധമുണ്ടായത് എന്ന് കരുതുന്നു. എന്നാൽ ആ പ്രതിഷേധക്കാരെ 6 പേരെ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇവർ വിദ്യാർത്ഥികൾ തന്നെയാണോ അതോ മറ്റേതെങ്കിലും താല്പര്യം ഈ പ്രതിഷേധത്തിന് മുന്നിൽ വന്നിട്ടുണ്ടോ? അത്തരത്തിലേക്കുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തന്നെ ഈ ആക്രമണത്തെ അതിശക്തമായി അപലപിച്ചിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് കർശനമായ നടപടികൾ ഉണ്ടാവണം എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ശരി, ആർ കിരൺ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.